എന്തെങ്കിലും പറയാനുണ്ടോ? വലിയ ആരോപണങ്ങളാണല്ലോ പറയുന്നത്. ആരില്ല മൈക്കോന്നല്ലേ സ്ത്രീധനം വാങ്ങി ഗുരുതര ആരോപണങ്ങൾ പറയുന്നുണ്ട്. കമലേശ്വരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്തതിൽ സയനൈഡ് കഴിച്ച് മരിച്ച കേസിൽ പ്രതിയെയാണ് ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. മുംബൈ വഴി വിദേശത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ മകളുടെ ഭർത്താവിനെ പോലീസ് പിടികൂടിയത്. മുംബൈ പോലീസാണ് പിടികൂടിയത്. പൂന്തറയാണ് കേസെടുത്തിരിക്കുന്നത്. കമലേശ്വരത്താണ് 2 ദിവസം മുമ്പ് അമ്മയും മകളും അസ്വാഭാവികമായ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. രണ്ടുപേരും സയനൈഡ് കഴിച്ച് മരിച്ചതാണ് എന്ന് പിന്നീട് കണ്ടെത്തുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് 2 പേർ, അതിലൊന്ന് SL സജിത, 2 ഗ്രീമ എസ് രാജ്. ഈ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ഇവരെ മാനസികമായി വലിയ തോതിൽ പീഡിപ്പിച്ചിരുന്നു എന്ന കാര്യം പോലീസ് കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ഉണ്ണികൃഷ്ണന്റെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. അങ്ങനെ മുംബൈ വഴി വിദേശത്തേക്ക് കടക്കാൻ, വിദേശത്ത് പഠിക്കുകയായിരുന്നു, PhD നടത്തുകയാണ്, PhD പഠിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈ പോലീസ് പിടികൂടുന്നു. പിന്നാലെ മുംബൈ പോലീസിൽ നിന്നും പൂന്തറ പോലീസ് അവിടെ എത്തി ഏറ്റുവാങ്ങുകയായിരുന്നു ഉണ്ണികൃഷ്ണനെ. മുംബൈയിലെ കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. കൂടുതൽ അന്വേഷണത്തിനും മറ്റുമായി. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ മാധ്യമങ്ങൾ തുടരെ ചോദിച്ചിരുന്നു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കാര്യം. ഗ്രീമയ്ക്ക് ഒരു ഭാഗ്യവുമില്ല എന്നുള്ളതായിരുന്നു പലപ്പോഴും ഗ്രീമയെ മാനസികമായി തളർത്താൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നത്. കാണുന്നത് തന്നെ ഐശ്വര്യക്കേടാണ് എന്നുകൂടി പറഞ്ഞിരുന്നു. ഇതിലൊക്കെ മനം നിന്നാണ് രണ്ടുപേരും മരണത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായത്. വലിയ തോതിൽ സ്വർണ്ണാഭരണം സ്ത്രീധനമായി നൽകിയിരുന്നു, ഭൂമി സ്ത്രീധനമായി നൽകിയിരുന്നു. ഇതൊക്കെ വാങ്ങിയതിനു ശേഷമാണ് ഗ്രീമയെ ഉണ്ണികൃഷ്ണൻ മാനസികമായി വലിയ തോതിൽ പീഡിപ്പിച്ചിരുന്നത്. ഇതിൽ മനം നൊന്ന് അമ്മയും മരിക്കുകയായിരുന്നു, ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഏതായാലും ഈ കേസിൽ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ, ഈ 2 കുറ്റങ്ങൾ ചുമത്തിയാണ് ഉണ്ണികൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉണ്ണികൃഷ്ണനുമായി പോലീസ് സംഘം ഇപ്പോൾ പൂന്തറയിലേക്ക് പോയിട്ടുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കും തിരുവനന്തപുരത്ത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അതിശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളത് പോലീസ് ഇക്കാര്യത്തിൽ അറിയിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ തന്നെയാണ് 2 പേരുടെയും മരണത്തിന് കാരണമായിട്ടുള്ളത് എന്ന നിഗമനത്തിലേക്ക്, കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആത്മഹത്യാ കുറിപ്പിലടക്കം ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുന്നത്. ഉണ്ണികൃഷ്ണൻ വിദേശത്ത് പഠിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. ഉണ്ണികൃഷ്ണൻ 6 വർഷമായിട്ടും PhD പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന്റെ കാരണം ഗ്രീഷ്മയാണ് എന്ന വിമർശനവും എന്ന പരിഹാസവുമെല്ലാം ഗ്രീഷ്മയ്ക്ക് വലിയ തോതിൽ മനസ്സിന് വേദനയുണ്ടാക്കി. അതാണ് ഈ ആത്മഹത്യയിലേക്ക് പോയത് എന്ന കണ്ടെത്തലുണ്ടായിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസ് ഇപ്പോൾ മുംബൈയിൽ നിന്നും ഉണ്ണികൃഷ്ണനെ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നു. കൂടുതൽ അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.